മലയാളത്തിൽ നിന്ന് ഒരു കൊച്ചു ഫീൽ ഗുഡ് പടം OTT റിലീസ് ചെയ്യുന്നുണ്ട്. കൊച്ചു ഫീൽ ഗുഡ് പടം എന്നൊന്നും പറഞ്ഞ പോരാ, ഫീൽ ഗുഡ് കാ ബാപ്പ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പടമാണ് പല്ലോട്ടി 90s കിഡ്സ്. എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ നിന്ന് ഇതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും ഇറങ്ങുന്ന അത്രയും അടിപൊളി പടമാണ്. സോ ഇഫ് നൊസ്റ്റാൾജിയ ഈസ് യുവർ തിങ്, ദിസ് മൂവി ഈസ് ഓൾ യുവേഴ്സ് എന്ന് ഞാൻ പറഞ്ഞു. മസ്റ്റ് വാച്ച് പടം. സോ ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല വെച്ചാൽ കമന്റ് ബോക്സ് ഇസ് ഓൾ യുവേഴ്സ് വന്നിട്ട് എന്തോ വിളിച്ച് പറയും. 90s കിഡ്സിന് ഈ സിനിമ ഇഷ്ടാവും, 2K കിഡ്സിന് കണക്ട് ആവില്ല എന്നൊന്നും ഞാൻ പറയില്ല. എല്ലാവരും ഫാമിലി ആയിട്ട് ഇരുന്ന് കാണേണ്ട ഒരു കൊച്ചു പടമാണ്. ഏകദേശം 1.25 മണിക്കൂറേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. പലപ്പോഴും ഇത് നമ്മുടെ സിനിമയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇവൻ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ പാരന്റ്സിന് ഉറപ്പായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈ മറ്റേ കീറിയ യൂണിഫോം ഇട്ട് സ്കൂളിൽ പോണതും, ചക്രം തള്ളിപ്പോണതും, മാങ്ങ എറിയുന്നത്, ബബിൾക്കം വിഴുങ്ങിയ ആൾ തട്ടിപ്പോ എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ഒരു തവണയെങ്കിലും ചെയ്ത കാര്യം തന്നെയായിരിക്കും. പിന്നെ ഈ സിനിമയുടെ വേറൊരു ഹൈലൈറ്റിംഗ് ഫാക്ടറായി തോന്നിയത് ഡീറ്റെയിലിംഗ് ആണ്. ദാരിദ്ര്യം കാണിക്കുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ദാരിദ്ര്യമാണ് പറയാതെ, ചില സീൻസ് വഴി ഇൻഡയറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് കാണിക്കുന്നത്. പെർഫോമൻസ് വൈസ് പിള്ളേരൊക്കെ അടിപൊളി തന്നെയായിരുന്നു. പല റെപ്യൂട്ടഡ് ആക്ടേഴ്സും നോർമൽ ആയിട്ട് രണ്ടുപേര് തമ്മിലുള്ള കോൺവെർസേഷൻ ആർട്ടിഫിഷ്യാലിറ്റി കുത്തിക്കയറ്റുമ്പോൾ എത്ര നാച്ചുറൽ ആയിട്ടാണ് ഇവർ പെർഫോം ചെയ്തതെന്ന് അറിയോ? നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കുന്നത്. കണ്ണെടുക്കാൻ തോന്നില്ല, മനസ്സ് നിറഞ്ഞു പറയും സിനിമ കണ്ടിട്ട്. സൈജു കുറുപ്പ് ഒരു ക്യാരക്ടർ ഉണ്ട്, അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ റോളൊക്കെ സൈജു കുറുപ്പിൽ തന്നെ പറ്റുള്ളൂ കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ. സോ മനോരമ മാക്സിൽ പടം സ്ട്രീം ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വീട്ടിൽ എല്ലാവരും കൂട്ടിയിരുന്ന് കാണാം. തിയേറ്റർ കാണേണ്ട പടം തന്നെയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി കാണാൻ പറ്റിയില്ല. പിള്ളേരെയൊക്കെ മാക്സിമം ഈ സിനിമ കാണിച്ചു കൊടുക്കാൻ കാണിച്ചു കൊടുക്കുക. കാരണം ഇപ്പൊ റേറ്റഡ് സിനിമയ്ക്കാണ് ചെറിയ ചെറിയ പിള്ളേരെയും കൊണ്ടുവരുന്ന പാരന്റ്സ്. ആ സമയത്ത് ഇങ്ങനത്തെയൊക്കെ പടങ്ങൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. കാരണം ഈ സിനിമയിൽ കുറെ ഇമോഷൻസ് പറയുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര ഫീൽ ഗുഡ് എലമെന്റ്സ് ഉണ്ട്. ടുവേർഡ്സ് എൻഡ് കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്. സോ ഈ സിനിമ കണ്ടതിന് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവാതിരിക്കില്ല. ട്രൈ ഇറ്റ് ഔട്ട് എന്ന് പറയാനുള്ളൂ. സോ സിനിമ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ അർജുൻ അശോകൻ ഉണ്ട് ഈ സിനിമയിൽ. ചെറിയൊരു റോളാണ്, പക്ഷെ അവസാനത്തെ ഇമോഷൻസ് നമ്മളെ കരയിപ്പിച്ച് കളയെന്ന് പറയാം. ആളെ ഹാർലി ഡേവിഡ്സൺ ബൈക്കും മേടിച്ചിട്ട് എവിടേക്കോ ടൂർ പോകുന്ന സമയത്ത് ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ പറയാണ്. ആ സമയത്താണ് ഈ പിള്ളേരുടെ കഥയാണ്. ആ പിള്ളേരുടെ കഥയിൽ വന്നുകൊണ്ട് ചെറിയ ചെറിയ ആൾക്കാരുണ്ട്, ചെറിയ ചെറിയ റോൾസേ ഉള്ളൂ എല്ലാവർക്കും. പക്ഷെ എല്ലാവരും നല്ല വൃത്തിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ട്രൈ ഇറ്റ് ഔട്ട്. ഈ സിനിമയിൽ നമുക്ക് കുറെ പഠിക്കാനും മനസ്സിലാക്കാനുണ്ട് എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്. സോ പല്ലോട്ടി ഈസ് ഓൾ യുവർ. ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു തെലുങ്ക് സിനിമയാണ് മെക്കാനിക് റോക്കി. സോ പലരും പോസ്റ്റ് കണ്ടിട്ടാണ് ബേസിക്കലി ഈ സിനിമ കണ്ടത്. നമ്മുടെ വിശ്വക്സൻ, അതേപോലെ തന്നെ ശ്രദ്ധ ശ്രീനാഥ്, മീനാക്ഷി ചൗധരി ഒക്കെ അഭിനയിച്ച പടമാണ്. സോ മീനാക്ഷി ചൗധരി ആസ് യൂഷ്വൽ എല്ലാ പടത്തിലും പോലത്തെ ഇതിലൊരു മെഴുക് പ്രതിമ തന്നെയാണ്. സോ ഈ സിനിമയുടെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞാൽ കഞ്ഞി വെള്ളം കിട്ടില്ല. അത്രയും വെറുപ്പിക്കലായിരുന്നു ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ്. കുറെ ചളി കോമഡി, മാസ് കാണിക്കാൻ വേണ്ടി കുറെ ഊച്ചാളി ഫൈറ്റ് സീന്, റൊമാൻസ് സീൻസ് പണ്ട് കുറെ കോമാളിത്തരം കാണിക്കുന്നുണ്ട്. അത് പണ്ട് ദയവീത് നിങ്ങൾ നിർത്തിയിട്ട് പോകരുത്. സെക്കൻഡ് ഹാഫ് വേറെ ലെവൽ സാധനമാണ്. ട്വിസ്റ്റിന്റെ ഒരു അയ്യര് കളി എന്നൊക്കെ നമുക്ക് പറയാം. ഈ ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ്. അതും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലത്തെ. എനിക്ക് വിശ്വക്സേനന്റെ പടങ്ങളൊക്കെ ബേസിക്കലി ഭയങ്കര ഇഷ്ടമാണ്. ആളുടെ മുഖചിത്രം, അതേപോലെ തന്നെ ഹിറ്റ് പറഞ്ഞ സിനിമ, പിന്നെ എന്തൊരു അർജുന കല്യാണം, അങ്ങനെ എന്തൊരു പടമുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പടം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പടത്തിൽ എന്തെങ്കിലും ഉണ്ടാവും എപ്പോഴും. ഈ കോമാളിത്തരൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു അയ്യേ ഇത് എന്തോന്ന്. പിന്നെ ശ്രദ്ധ ശ്രീനാഥ് ഇന്നേ വരെ ഒരു കോമാളി പടത്തിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ, അത് ആറാട്ടാണ്. ആ കൊച്ചയ്ക്ക് ഇങ്ങനത്തെ ക്യാരക്ടർ വേണ്ടിയിരിക്കുമ്പോൾ സെക്കൻഡ് ഹാഫിൽ കിഡിലൻ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ്, നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല. സോ ബേസിക്കലി നമ്മുടെ നായകൻ ഒരു എഞ്ചിനീയർ ആണ്. ആ എഞ്ചിനീയറിംഗിന് ആള് തോറ്റ് തൊപ്പിയിടുമ്പോൾ അച്ഛൻ എന്തെന്ന് വെച്ചാൽ ഈ മെക്കാനിക് ഷോപ്പ് ആളെ ഏൽപ്പിക്കും. ആള് കൂടെ തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂളും തുടങ്ങും. ആ ഡ്രൈവിംഗ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വരുന്ന ആളാണ് ശ്രദ്ധ ശ്രീനാഥ്. ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ കഥ പറഞ്ഞു കൊടുക്കാൻ ഫ്ലാഷ് ബാക്ക് പോർഷൻസ് ഒക്കെ. സോ ഇതിൽ എനിക്ക് ഏറ്റവും വലിയൊരു മിസ്കാസ്റ്റ് ആയി തോന്നുന്നത് മീനാക്ഷി ചൗധരി തന്നെയാണ്. ലക്കി ഭാസ്കറിൽ ഒഴിച്ചിട്ട് ആ കൊച്ചു നന്നായി പെർഫോം ചെയ്യുന്ന വേറെ ഒരു പടം ഞാൻ കണ്ടിട്ടില്ല. എല്ലാത്തിലും ഒരു മെഴുക് പ്രതിമ ലുക്ക് തന്നെയാണ്. പിന്നെ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു സീന് വെച്ചിട്ടുണ്ട്, അത് അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ശരിക്കും ഒരു ഹൊറർ ഫീൽ ഒക്കെ കിട്ടുന്ന പോലത്തെ ഒരു സീനാണ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിലുള്ള ഒരു ട്വിസ്റ്റ് ഒക്കെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഹാഫിൽ ഒരെണ്ണം നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് മീനാക്ഷി ചൗധരി. സോ ട്രൈ ഇറ്റ് ഔട്ട്. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ആമസോൺ തമിഴിന്ന് ഒരു കൊച്ചു ഫീൽ ഗുഡ് പടം OTT റിലീസ് ചെയ്യുന്നുണ്ട്. ദീപാവലി ബോണസ് എന്നാണ് സിനിമയുടെ പേര്. സോ ബേസിക്കലി ദീപാവലി ദിവസങ്ങളിൽ നടക്കുന്ന ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ കഥ പറയുന്ന സിനിമയാണ്. ഫേസ്ബുക്കിൽ ആരൊക്കെ പോസ്റ്റ് ഇടുന്ന കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത്. വളരെ നല്ലൊരു കൊച്ചു പടമാണ്. ഇതും ഏകദേശം 1.25 മണിക്കൂറോളം തന്നെ ഉള്ളൂ. വിക്രാന്തിന്റെ സിനിമയാണ്. സോ വിക്രാന്തിന്റെ ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്, ഏറ്റവും ബെസ്റ്റ് സിനിമയെന്ന് നമുക്ക് പറയാം. സോ നമ്മളൊക്കെ ആലോചിക്കില്ലേ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഒന്നും ശരിയല്ല, കുറച്ചും കൂടി കാശ് ഉണ്ടാക്കണമെന്ന്. എന്നാൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം 5 രൂപയുടെയും 10 രൂപയുടെയും വില എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. എഗെയിൻ ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡീറ്റെയിലിംഗ് തന്നെയാണ്. ദാരിദ്ര്യം കാണിക്കുന്നത്,
അവരുടെ വീട്ടിലെ കൊളുത്തിലും ഡോറിന്റെ കൊളുത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലും ഇടുന്ന ഡ്രസ്സിലും ഈവൻ ഹെൽമെറ്റിൽ വരെ അവർ ആ ദാരിദ്ര്യമാണ് കാണിക്കുന്നത്, ഡയറക്റ്റ് ആയിട്ട് പറയാതെ പോലും. ഇതിൽ വിക്രാന്തിന്റെ ക്യാരക്ടർ അടിപൊളി ഒരു ക്യാരക്ടറാണ്. ആളൊരു ഡെലിവറി ബോയ് ആണ്, ഭയങ്കര സെൽഫ് റെസ്പെക്ട് ഉണ്ട് കാശില്ലെങ്കിലും. പക്ഷെ സ്വന്തം ഫാമിലിക്ക് വേണ്ടി അത് വരുമ്പോൾ കെഞ്ചാനും ബാർഗെയിൻ ചെയ്യാനും ആളിന് കാല് പിടിക്കാനും ആള് റെഡിയാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആള് ക്യാരക്ടർ. ഇതിലൊരു സീൻ ഉണ്ട്, അതായത് ഇയാൾ ഡെലിവറി കൊടുത്തിട്ട് വരുമ്പോൾ ഈ വേസ്റ്റ് എടുക്കാൻ വരുന്ന ഒരു ചേട്ടൻ വന്നിട്ട് ആ വീട്ടിന്റെ ഓണറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ദീപാവലി ആയിട്ട് നമുക്ക് പൈസയൊന്നും ഇല്ലേന്ന്. ഈ പൈസ ഒരു 10-50 രൂപ കൊടുക്കുന്ന സമയത്ത് വിക്രാന്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ അയാൾ ചോദിച്ചു, മോനെ നിനക്ക് എന്തേലും വേണാന്ന്. ഒന്നും വേണ്ട, ആളെ സെൽഫ് റെസ്പെക്ട് സമ്മതിക്കില്ല. അപ്പൊ ആളുടെ പെട്രോൾ അവിടെ കഴിഞ്ഞു. ഇതൊക്കെ ഇയാൾ കാണുന്നുണ്ട്, എന്നാലും ഇയാളുടെ അടുത്ത് ചോദിക്കാതെ തള്ളി കൊണ്ടുപോയിട്ട് 60 രൂപയ്ക്ക് ആൾ പെട്രോൾ അടിക്കുകയാണ്. സോ അങ്ങനത്തെ സീൻസ് ഒക്കെ ഭയങ്കര നമ്മളെ ഇമോഷണലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നടന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഈ സിനിമയിൽ ഉണ്ടാവും. ഇതേപോലെ തന്നെ ഈ വിക്രാന്തിന്റെ മോന്റെ ഒരു സീൻ ഉണ്ട് ഈ സിനിമയിൽ. അതായത് അവിടെ ചോദിക്കും സ്കൂളിൽ ദീപാവലി ആയിട്ട് എന്തൊക്കെയാണ് വീട്ടിൽ സ്പെഷ്യൽ. ഈ ചെക്കന് പറയാനൊന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ കടന്നുപോയ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഈ സിനിമ കാണിക്കുന്നത്. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. ആഹാ തമിഴിൽ അവൈലബിൾ ആണ്. എനിക്ക് വളരെ നല്ലൊരു സിനിമ ആയിട്ടാണ് തോന്നിയത്. ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലാതെ കണ്ടു നോക്കുക.